ഇതാണ് നമ്മുടെ വണ്ടി പോകാൻ കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ അവരതിൻ്റെ എൻ്റെ മുതലാളിയുണ്ട് വണ്ടിയുടെ. അപ്പോൾ ആളിങ്ങനെ ബില്ലെടുക്കാൻ വേണ്ടി പോയേക്കാണ് അതിൻ്റെ ഓഫീസിൽ നിന്ന്. അപ്പോൾ പിന്നെ നമ്മൾ യാത്രയിലാണ്, കാരണം ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, തോട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ കോളും കാര്യങ്ങളും വരുന്നുണ്ട്, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തോട്ടത്തിലേക്ക് കയറുക. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലമാണ്. കാരണം വെച്ചാൽ നമ്മൾ അവിടെ വന്നാലേ അറിയുള്ളൂ, നല്ല കാറ്റും നല്ല വെയിലും ഉണ്ട്, നല്ലൊരു കാറ്റും ഉണ്ട്. അപ്പോൾ അവർ ആ വെയിൽ അതിൻ്റെ ഒരു ഹൈടെക് ഉണ്ട്, അത് പൊക്കി വെക്കുക. അപ്പോഴേക്കും ഒരാൾ പോയിട്ട് തണ്ണിമത്തനൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ. കട്ട് ചെയ്ത് കഴിക്കൽ തുടങ്ങി. ഇത് നമ്മുടെ സജീർക്കായാണ്, ആള് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അടുത്ത വാരം കൂടെ കട്ട് ചെയ്യും, കാരണം ആൾക്ക് ഒന്നിൽ കൂടുതൽ കിട്ടണ്ടല്ലോ. ആ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഓണറാട്ടോ. ആൾക്കും വേറെ വണ്ടികളുണ്ട്, അപ്പം ആളുണ്ട്. ഞാൻ അടുത്തൊന്നും എടുത്തേ കട്ട് ചെയ്യണം, തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് പറിക്കുക, ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക, കഴിക്കുക. ഉച്ച സമയമാണ്, ചോറൊന്നും നിന്നിട്ടില്ല. അപ്പം ഇതോരം കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിക്കുകയും ചെയ്ത്. നല്ല മധുരമാണ്, കാരണം ഫ്രഷ് അല്ലേ പൊട്ടിച്ചിട്ട് കഴിക്കുന്നത്. ഒരാളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന്. സജീർക്കാക്ക് എത്ര തിന്നുണ്ടെങ്കിൽ മതിയാകുന്നില്ല. പിന്നെ കുറേ വണ്ടിയിലൊക്കെ കയറ്റിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഇതൊരു അടിപൊളി കാഴ്ചയാണ്, നല്ല സ്ഥലം കാണാൻ നല്ല വ്യൂ, അടിപൊളിയാണ് ഇവിടുത്തെ. നല്ല കാറ്റും തണലത്ത് ഇപ്പോൾ ഒരു പടുതയൊക്കെ ഇട്ടേക്കാണ്. ഇപ്പം അത് ലോഡ് മറ്റേ തോട്ടത്തിലേക്ക് വണ്ടി ഉള്ളിലേക്ക് ഇറക്കൂല, കാരണം അവിടെ മഴ പെയ്ത് കിടക്കുന്നതിൻ്റെ പേരില്ലേ. അപ്പോൾ അത് കാരണം ട്രാക്ടറിൽ കൊണ്ടുവന്നിട്ടാണ് ലോഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വേറെ കാഴ്ച കാണിച്ചു തരാം. വണ്ടിയുടെ ഉള്ളിൽ വെക്കുന്ന ലേഡീസാണ് കേട്ടോ അതൊക്കെ എടുത്ത് വെക്കുന്നത്. കൂടുതലും പറിക്കുന്നതൊക്കെ ലേഡീസ് തന്നെയാണ്. വണ്ടിയിൽ ലോഡ് ചെയ്യണുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈറ്റിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് അടുത്ത ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പം അതുവരെ ഇപ്പം ഒന്ന് വിശ്രമിക്കാമെന്നുള്ളൊരു പരിപാടിക്കാണ്. പടുതയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടെ നിവർത്തിയിട്ട്. കാരണം കട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞ് ബത്തക്ക കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ വിശ്രമത്തിലാണ്, കാരണം തിന്നത് ദഹിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിച്ച് അങ്ങനെ വിശ്രമിക്കാം. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സൈറ്റിലേക്ക് പോവാം. അടുത്ത സൈറ്റിൽ ഞാൻ ആ വീഡിയോ കാണിച്ചില്ല കേട്ടോ. സൈറ്റിൽ വരുന്നൊരു കാഴ്ചയാണത്. ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റ് തോട്ടത്തിൽ നിന്ന് തന്നെ കയറ്റുകയാണ്. കണ്ടോ, ഇപ്പം അവർ തോട്ടത്തിൽ നിന്ന് തന്നെ പറിക്കുക. കുറച്ച് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, അങ്ങനെ അവിടെ നിന്ന് പറിച്ചിങ്ങനെ കയറ്റുകയാണ് വണ്ടിയിലേക്ക്. ആ കാഴ്ചയാണ് ഇപ്പം. നല്ല വ്യൂ ആണ്, നല്ല അടിപൊളി. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. ഈ കാണുന്നത് ഷമാമിൻ്റെ തോട്ടമാണ്. ഷമാമിൻ്റെ തോട്ടം എന്ന് വെച്ചാൽ അത് ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇത് കാണാമല്ലോ, ബത്തക്കയുടെ തോട്ടമുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് തോട്ടം, വലിയ തോട്ടമാണ്. ഇതാക്കുന്നതാണ് സജീർക്ക, മറ്റേ വിപിൻ, പിന്നെ ആളിതാ എടുക്കുന്നത്, പറിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇത് ഒരെണ്ണം പറിച്ച് വണ്ടിയിൽ കൊണ്ട് വെക്കും, എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിക്കും. ഇത് തന്നെ പരിപാടി. ആദ്യത്തെ സൈറ്റിൽ നിന്ന് ഇത് തന്നെ, ഇപ്പോഴത്തെ സൈറ്റിൽ നിന്ന് ഇത് തന്നെ വണ്ടിയിൽ കൂട്ടുക. അപ്പോൾ ഏതായാലും പോകുമ്പം ആവശ്യം വരുമല്ലോ. ഇതാണ് തോട്ടം. ഇത് ഇവർ ചില സ്ഥലത്തു നിന്ന് ഇവർ പറിച്ച് അവിടെ തന്നെ കൂട്ടുകയാണ്. എടുത്ത് കയറ്റാനുള്ള സൗകര്യത്തിനാണ് അവർ ചെയ്യുന്നത്. നല്ല ബത്തക്കയാണ് കേട്ടോ, നല്ല കട്ട് ചെയ്യുമ്പോൾ നല്ല ചുവപ്പ് കളറൊക്കെ ഉണ്ട്, നല്ല മധുരവും ഉണ്ട്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ തോട്ടം കേട്ടോ. അപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മളിപ്പം പകുതിയോളമായി, മുക്കാൽ ഭാഗത്തോളമായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ആ വൈക്കോല് എന്ന് പറഞ്ഞ സാധനം പുല്ല്, അത് വെച്ചിട്ട്
അവിടേക്ക് ഈ സാധനം കയറ്റുകയാണ്. ശബ്ദത്തിനൊരു ഇത്തിരി കുഴപ്പമുണ്ട്, കാരണം ചുമയുണ്ട്. അത് കാരണം ഇതാട്ടോ സൈറ്റ് നമ്മളുടെ ഒരു ഷമാമിൻ്റെ തോട്ടം, അപ്പുറത്ത് ബത്തക്കേൻ്റെ തോട്ടമാണ്. ഇനിയിപ്പം കയറ്റി കഴിയാറായി, നല്ല മഴക്കാറുമുണ്ട്. ഇനിയിപ്പോൾ അവസാന ഘട്ടങ്ങളിലേക്ക് പോവാണ്. നമ്മൾ കെട്ടി തീരുകയാണ്. പായൊക്കെ കെട്ടി ഇപ്പോൾ കണ്ടോ, നൈറ്റ് ഉള്ളൊരു വ്യൂ ആണിത്. വണ്ടിയുടെ എല്ലാ ലൈറ്റുകളൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി, പടുതയൊക്കെ കെട്ടി ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനിയിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എടുക്കുകയാണ് ഇവിടെ നിന്ന്. ലൈറ്റ് ഇട്ടപ്പം റിവ്യൂ എടുത്തതാണ്. ക്ലിയറായിട്ട് അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ല, എന്നാലും ഫോണിലെടുത്തതല്ലേ, അതുകൊണ്ടാണ്. എന്തായാലും ഇനിയിപ്പോൾ യാത്രകളിലുള്ള കുറച്ച് വീഡിയോ ഇടുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നീട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഈ യാത്രയിൽ. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയൊരു വഴിയാണ്, അപ്പം അതൊക്കെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ രാത്രി കറക്റ്റായിട്ട് ക്യാമറയിൽ അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ റോഡിലേക്ക് കയറിയിട്ടാണ്, ഹൈവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഓണർ തന്നെയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ചേട്ടൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നല്ല റോഡാണ്. ഇനിയിപ്പം പെട്ടെന്ന് എത്തും വണ്ടി. നേരെ കോഴിക്കോട് തളിപ്പറമ്പിലേക്കാണ് ലോഡ് കയറ്റിയിരിക്കുന്നത്, കണ്ണൂർ തളിപ്പറമ്പിലേക്ക് അങ്ങനെ പോവാണ്. ഇപ്പോൾ ഡ്രൈവർ മാറും, കാരണം ആൾ ഉറങ്ങുമ്പോൾ മറ്റേ ആൾ വണ്ടി എടുക്കും. ഇപ്പോൾ ഓടിക്കുന്നത് സജീർക്കയാണ് ഇപ്പോൾ ഓടിക്കുന്നത്. കാരണം മറ്റേ ആൾ സൈഡിൽ വിശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നിന്ന് കിടക്കും. കിടന്ന ആൾ ഉറങ്ങിയിട്ടില്ല, എന്നാലും അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്തായാലും വേറൊരു വീഡിയോ ഇനി ഇടണം ഇതിൻ്റെ ബാക്കി. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ അകത്തും നല്ല രസമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഓണർ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കിടക്കും. ആൾ കിടന്നതാണ്, പിന്നെ എഴുന്നേറ്റിരുന്നു. ഇനിയിപ്പോൾ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ ലൈറ്റ് ഇട്ട്. വണ്ടി യാത്രയിൽ ലൈറ്റ് ഇടൂല, കാരണം പുറത്ത് ഇത് കാഴ്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ലൈറ്റ് ഓഫ് ചെയ്യും അവർ. ഇനിയിപ്പോൾ എന്തായാലും ഈ യാത്രകൾ കഴിഞ്ഞ് ഇനി അടുത്ത ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട്. അത് സമയം നോക്കിയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓണർ ഉറങ്ങി. ഇനിയിപ്പോൾ സജീർക്ക് ഇനിയിപ്പോൾ രാവിലെ അവർ കൈമാറും, കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇനി കൈമാറുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ